നമസ്കാരം. അപ്രതീക്ഷിത നീക്കത്തിലൂടെ സന്ദീപ് വാര്യരെ പാളയത്തിലാക്കി ബി.ജെ.പിക്ക് കോൺഗ്രസ് ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയെങ്കിലും മറുവശത്തെ കോൺഗ്രസിന് നല്ലൊരു ഷോക്ക് കൊടുക്കാനായി ബി.ജെ.പി ശക്തമായ നീക്കങ്ങൾ ഒരുക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിലാണ് സന്ദീപ് ബി.ജെ.പിക്ക് പ്രഹരം നൽകിയത്. ഈ പശ്ചാത്തലത്തിൽ അതിന് അതിജീവിക്കാനുള്ള നീക്കങ്ങളാണ് ബി.ജെ.പി ശക്തമാക്കിയത്. പാർട്ടിക്കുള്ളിൽ ഭിന്ന കോണുകളിൽ നിൽക്കുന്നവരും ഇപ്പോൾ പരിവാർ താൽപര്യത്തിനായി ഒരുമിക്കുന്ന അവസ്ഥയാണുള്ളത്. ബി.ജെ.പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചരണം RSS ഏറ്റെടുത്തിട്ടുണ്ട്. ശ്രീ കൃഷ്ണകുമാറിനോട് എതിർപ്പുള്ളവർ ഉണ്ടെങ്കിലും പരിവാർ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരാണ് ഇതോടെ പ്രചരണത്തിന്റെ മുൻനിരയിലേക്ക് എത്തിയത്. തങ്ങളുടെ ആശയങ്ങളെ മറുപാളയത്തിലെത്തി സന്ദീപ് തള്ളിപ്പറയുന്നത് RSSനും സഹിച്ചിട്ടില്ല. ഇതോടെ ഒരൊറ്റ വോട്ട് മറുപക്ഷത്ത് എത്തരുതെന്ന കരുതലിലാണ് സംഘടന. RSSന്റെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രചരണം അവസാന ലാപ്പിൽ മണ്ഡലത്തിൽ സജീവമാകും. ശോഭ സുരേന്ദ്രൻ അടക്കമുള്ളവർ മണ്ഡലത്തിൽ ഇപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥിക്കായി പ്രചരണ രംഗത്തുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പി സരിൻ CPMലേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്കും കളം മാറിയതിന്റെ ക്ഷീണം തീർക്കാൻ കൂടിയാണിത് കോൺഗ്രസിന്. ശനിയാഴ്ച വൈകിട്ട് മുതൽ രാഹുലിന് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ സന്ദീപിന്റെ ആരോപണങ്ങൾ പ്രതിരോധിക്കേണ്ടി വരുന്ന NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ ആയിരിക്കും. തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ലാപ്പിൽ ബി.ജെ.പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടലെങ്കിലും പരിവാർ നേതാക്കൾ ശക്തമായി കളം നിറയ്ക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. അതേസമയം കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് പ്രചരണം തീപാറുകയാണ്. UDFന്റെ പ്രചരണത്തിനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് മണ്ഡലത്തിലെത്തും. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന റോഡ് ഷോയും മണ്ഡലത്തിൽ സംഘടിപ്പിക്കും. അതേസമയം LDFന്റെ പ്രചരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിൽ തുടരും. കണ്ണാടിയിലും ഒലവക്കോടും സുൽത്താൻപേട്ടിലുമാണ് മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങൾ. ഇരട്ട വോട്ട് ആരോപണവും മുന്നണികൾക്കിടയിൽ സജീവമാണ്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പീരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി.ജെ.പി ആണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇക്കുറിയും ബി.ജെ.പിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.